സിനിമാ മേഖലയിൽ തുല്യതയും സാമൂഹ്യനീതിയും ഉറപ്പാക്കാനാണ് 2 ദിവസം നീണ്ടുനിന്ന കോൺക്ലേവ് സംഘടിപ്പിച്ചത്. എന്നാൽ സമാപന സമ്മേളനത്തിൽ ഉദ്ഘാടകൻ അടൂർ ഗോപാലകൃഷ്ണന്റെ വാക്കുകൾ കല്ലുകടിയായി. എൻ്റെ ജന്മകാലത്ത് ഞാൻ 2 കോടിയിൽ എത്തിയിട്ടില്ല എൻ്റെ ഒരു പടത്തിന്. പക്ഷേ അതേസമയം ഗവൺമെൻറ് ഷെഡ്യൂൾ ട്രൈബിന് കൊടുക്കുന്ന ഒരു പടം എടുക്കാൻ കൊടുക്കുന്ന തുക 1.5 കോടി രൂപയാണ്. ഇത് ഞാൻ ഒരിക്കൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അടുത്ത് ഞാൻ പറഞ്ഞു, ഇത് കറപ്ഷൻ ഉണ്ടാക്കാനുള്ളൊരു വഴി ഉണ്ടാക്കുകയാണ് ഗവൺമെൻറ്. സിനിമ നിർമ്മിക്കാനെത്തുന്ന പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് നൽകുന്ന ഗ്രാൻഡിൽ മാത്രമല്ല, സ്ത്രീകൾക്ക് നൽകുന്ന ആനുകൂല്യത്തിലും അടൂർ ഗോപാലകൃഷ്ണന് വ്യത്യസ്തമായ നിലപാടാണ്. ഒരു സ്ത്രീ ആയിരുന്നതുകൊണ്ട് മാത്രം സിനിമ എടുപ്പിക്കാൻ പണം കൊടുക്കരുത്. ഈ സ്ത്രീ ആയാലും അവർക്കും കൊടുക്കണം ഈ പരിശീലനം. അവർക്ക് ഇതിൻ്റെ എല്ലാ പ്രയാസങ്ങളും അറിഞ്ഞു വേണം പടമെടുക്കാൻ. പ്രസ്താവനയ്ക്ക് പിന്നാലെ സദസ്സിൽ നിന്ന് പ്രതിഷേധമുണ്ടായി. ഒരു വലിയ ആരാ അവിടെ സംസാരിക്കുന്നുണ്ടായി? മൈക്ക് കൊടുത്തിട്ടുണ്ടോ? എന്താ തെറ്റായിട്ടുള്ളൊരു നിലപാടാണ് അദ്ദേഹം പറഞ്ഞത്. ഉടനെ തന്നെ അതിന് കൃത്യമായിട്ടുള്ളൊരു മറുപടി എനിക്ക് കൊടുക്കാൻ പറ്റി എന്നുള്ളതാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒത്തിരി ആളുകൾ അത് കൈയടിച്ചു എന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തി. വിശിഷ്ടാതിഥിയായി സമാപന സമ്മേളനത്തിലെത്തിയ ശ്രീകുമാരൻ തമ്പിയും സർക്കാരിനെ പ്രതിരോധത്തിലാക്കി. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് എന്ത് സംഭവിച്ചു? സംസ്ഥാനം മുടക്കിയ പണം ഇവിടെ പോയി, അതിനെന്ത് പ്രയോജനം കിട്ടി? കേസാകുമെന്ന് മനസ്സിലാക്കി പരാതി പറഞ്ഞ ആൾക്കാർ തന്നെ പോയി എനിക്ക് കേസില്ലെന്ന് പറഞ്ഞു. കോൺക്ലേവ് ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾ ഒടുവിലത്തെ വിവാദത്തിൽ ഒലിച്ചു പോകുമോ എന്ന് തോന്നിയിടത്ത് മന്ത്രി സജി ചെറിയാൻ എണ്ണി മറുപടി പറഞ്ഞു. എല്ലാ ബഹുമാനം എനിക്ക് അടൂർ സാറിനോടുണ്ട്. സാറ് പറഞ്ഞെല്ലാം നല്ല സജഷനാണെങ്കിൽ ഈ SC/ST വനിത സാറേ ഇപ്പം സിനിമ എന്ന് എടുക്കാൻ 1.5 കോടിയോടൊന്നും പറ്റത്തില്ല. പ്രശ്നം അതാണ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്നവർക്ക് സിനിമയുടെ മുഖ്യധാരയിലേക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല. 98 വർഷമായി. ഈ വസ്തുതയാണ്. അതിന് ഈ ഗവൺമെന്റ് എടുത്ത ഏറ്റവും നല്ല ഡിസിഷനാണ്. 1.5 കോടി വെച്ച് 2 സിനിമ ഇറക്കുക, 4 സിനിമ ഇറക്കിയപ്പോൾ അവരാദ്യമായിട്ടാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. വനിതകൾ 2 സിനിമ. എത്ര സ്ത്രീകൾ ഈ നാട്ടിൽ സിനിമ എടുത്തു? അതുകൊണ്ട് ആ കാര്യത്തിൽ 100% ഞങ്ങളുടെ ഭാഗം ശരിയാണെന്നാണ് എൻ്റെ വിശ്വാസം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഹേമ കമ്മിറ്റി നിയമിക്കുന്നു. റിപ്പോർട്ട് വന്നു. തമ്പിസാറ് ചോദിച്ചു എവിടെ പോയെന്ന്. സാറേ അത് പോകാത്തതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഈ പരിപാടി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതെങ്ങും പോയിട്ടില്ല. വിവാദങ്ങൾക്ക് പിന്നാലെയല്ല, മറിച്ച് നയരൂപീകരണത്തിന്റെ ഭാവി പരിപാടികളെ പറ്റിയാണ് സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നത്. രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.